നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കോട്ടയത്തെ പുതിയ പാസ്പോർട്ട് ഓഫീസ് 12-ന് പ്രവർത്തനം ആരംഭിക്കും. പുതിയ ഓഫീസ് TB റോഡിൽ ഒലിവ് ബിൽഡിംഗിൽ. മുണ്ടക്കയം കോസടിയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. ഡ്രൈവർ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. പാലാ കത്തീഡ്രൽ പള്ളിയിലെ രാക്കുളി തിരുനാളിന് സമാപനം. പ്രസിദ്ധമായ മലയുന്ത് ഭക്തിസാന്ദ്രം. വാർത്തകൾ വിശദമായി. കോട്ടയം പാസ്പോർട്ട് ഓഫീസ് ഈ മാസം 12-ന് പ്രവർത്തനം തുടങ്ങും. കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കോട്ടയം TB റോഡിൽ TBക്ക് എതിർവശത്ത് ഒലിവ് ബിൽഡിംഗിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുക. 2023 ഫെബ്രുവരിയിലാണ് കെട്ടിടത്തിന് ബലക്ഷയമെന്ന് ചൂണ്ടിക്കാട്ടി കോട്ടയത്തെ പാസ്പോർട്ട് ഓഫീസ് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ ശുപാർശ പ്രകാരം അടച്ചുപൂട്ടിയത്. കോട്ടയം ഓഫീസിന്റെ പ്രവർത്തനം ആലപ്പുഴ, എറണാകുളം, ആലുവ തുടങ്ങിയ സ്ഥലങ്ങളിലെ പാസ്പോർട്ട് ഓഫീസുകളിലേക്ക് പുനഃക്രമീകരിക്കുകയും ചെയ്തു. എന്നാൽ കോട്ടയം ജില്ലക്കാർക്ക് ഇത് വലിയ ദുരിതമായതോടെ തോമസ് ചാഴിക്കാടൻ MP വിഷയം ലോക്സഭയിൽ അവതരിപ്പിച്ചു. നിരന്തരമായ ഇടപെടലുകൾക്കൊടുവിൽ പാസ്പോർട്ട് ഓഫീസ് കോട്ടയത്ത് മറ്റൊരു ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങാൻ തീരുമാനമായി. ഓഫീസിന്റെ ഉദ്ഘാടനം ഈ മാസം 12-ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ നിർവഹിക്കും. കൂടുതൽ സൗകര്യങ്ങളോടെ ആധുനിക നിലവാരത്തിൽ കോട്ടയം TB റോഡിൽ TBക്ക് എതിർവശത്ത് ഒലിവ് ബിൽഡിംഗിലാണ് പുതിയ പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിക്കുക. ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമായ രീതിയിൽ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുണ്ടക്കയം കോസടിയിൽ തീർത്ഥാടക വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടത്തിൽ ഡ്രൈവർ രാമകൃഷ്ണൻ മരിച്ചു. മധുരയിൽ നിന്നും വന്ന മിനി ബസാണ് അപകടത്തിൽപ്പെട്ടത്. മുണ്ടക്കയം കോരുത്തോട് റൂട്ടിൽ കോസടിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടമുണ്ടായി. അപകടത്തിൽ ഒരാൾ മരിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 12:30 കോസടി വളവിലായിരുന്നു അപകടം. മധുരയിൽ നിന്നും വന്ന 25 അയ്യപ്പ ഭക്തന്മാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ ബസ് ഡ്രൈവർ രാമകൃഷ്ണൻ മരിച്ചു. ശബരിമലയിലേക്ക് പോകും വഴിയായിരുന്നു അപകടമുണ്ടായത്. ബസ്സിലുണ്ടായിരുന്ന 25 പേരിൽ ഭൂരിഭാഗം പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പാലാ കത്തീഡ്രൽ പള്ളിയിലെ രാക്കുളി തിരുനാൾ സമാപിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന മലയുന്ത് പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. പാലാ കത്തീഡ്രലിലെ മലയുന്ത് പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. പാലാ കത്തീഡ്രലിൽ രാക്കുളി തിരുനാളിനോടനുബന്ധിച്ചുള്ള ചരിത്രപ്രസിദ്ധമായ മലയുന്ത് ഭക്തിസാന്ദ്രമായി. 1.5 ടണ്ണിലേറെ ഭാരമുള്ള മല കിഴതടിയൂർ കരക്കാരുടെ കരങ്ങളിൽ പൊങ്ങിക്കിടന്ന് മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നത് നയനമനോഹരമായി. ഇന്നലെ രാവിലെ 10-ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. രൂപതയിലെ നവവൈദികർ സഹകാർമ്മികരായിരുന്നു. തിരുകർമ്മങ്ങളിലും മലയുന്ത് പ്രദക്ഷിണത്തിലും ആയിരങ്ങൾ ഭക്തിപൂർവ്വം പങ്കെടുത്തു. പ്രദക്ഷിണ സമയത്ത് ശിശുവധ ആവിഷ്കാരം വിവിധ രംഗങ്ങളായി പള്ളി മൈതാനത്തെ സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെട്ടു. രാത്രി 8:15-ന് മാമോദീസയുടെ അനുസ്മരണമായ രാക്കുളിയും നടത്തപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലാ. കാരിക്കാട്ടൂർ CCM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും സ്കൂൾ വാർഷികാഘോഷവും ഈ മാസം 10, 11 തീയതികളിൽ നടക്കും. 10-ന് നടക്കുന്ന വജ്ര ജൂബിലി സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സ്കൂൾ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാനവും നടക്കും. 1948 മെയ് മാസത്തിൽ 2 ഡിവിഷനുകൾ മാത്രമായി ആരംഭിച്ച കാരിക്കാട്ടൂർ CCM ഹയർ സെക്കൻഡറി സ്കൂൾ 75 വർഷങ്ങൾ പിന്നിടുമ്പോൾ കോട്ടയം ജില്ലയിലെ തന്നെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടം എന്ന ആശയം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ചാവറയച്ചന്റെ സ്മരണാർത്ഥമാണ് സ്കൂളിന് സിറിയക് ചാവറ മെമ്മോറിയൽ സ്കൂൾ എന്ന് നാമകരണം ചെയ്തത്. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിലുപരി ഇവിടെ അറിവ് തേടിയെത്തിയ ആയിരക്കണക്കിന് കുട്ടികളെ കലാകായിക രംഗത്തെത്തിച്ച് അവരുടെ കഴിവുകൾ പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 13 വർഷമായി ഉപജില്ലാ സ്കൂൾ കലോത്സവങ്ങളിൽ നിലനിർത്തിപ്പോരുന്ന ഓവറോൾ കിരീടം ഇതിന് ഉദാഹരണമാണ്. കായിക രംഗത്ത് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ തിളങ്ങി നിന്ന ടെറിൻ ആന്റണി ഉൾപ്പെടെ നിരവധി താരങ്ങളെ വാർത്തെടുക്കാൻ ഇവിടുത്തെ അധ്യാപകർക്ക് കഴിഞ്ഞു. 1 വർഷം നീണ്ടുനിന്ന സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഈ മാസം 10, 11 തീയതികളിൽ നടക്കും. 10-ാം തീയതി നടക്കുന്ന വജ്ര ജൂബിലി സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് മുഖ്യാതിഥിയായിരിക്കും. ചടങ്ങിൽ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം ആന്റോ ആന്റണി MP നിർവഹിക്കും. ജൂബിലി സ്മാരക കവാടം CMI കോട്ടയം പ്രൊവിൻഷ്യൽ റവറന്റ് ഡോക്ടർ എബ്രഹാം വെട്ടിയാങ്കൽ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരിക്കാട്ടൂർ CCM സിറിയക് ചാവറ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വജ്ര ജൂബിലി ആഘോഷ സമാപനം, സ്കൂൾ വാർഷികം, യാത്രാ സമ്മേളനം എന്നിവ 2024 ജനുവരി 10-ാം തീയതിയും 11-ാം തീയതിയുമായിട്ട് ആഘോഷിക്കുന്നു.
കൃതജ്ഞതാ ബലിയ, സ്നേഹവിരുന്ന്, ജൂബിലി റാലി, വജ്ര ജൂബിലി ആഘോഷ സമാപന സമ്മേളനം, ജൂബിലി സ്മാരക കവാട സമർപ്പണം, സ്നേഹഭവനത്തിൻ്റെ താക്കോൽ ദാനം, സ്കൂൾ വാർഷികം, യാത്രയയപ്പ് സമ്മേളനം, കലാപരിപാടികൾ, അതുപോലെ തന്നെ ഗാനമേള. 11-ാം തീയതി രാവിലെ നടക്കുന്ന സ്കൂൾ വാർഷികാഘോഷം കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ റവറന്റ് ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും വിരമിക്കുന്ന ഫാദർ മാത്യു ജോർജ് മംഗലത്തുകരോട്ട്, CMI അധ്യാപകരായ വർഗീസ് മാത്യു, TD ജോസഫ് എന്നിവർക്ക് യാത്രയയപ്പും നൽകും. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മാത്യു ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ടോം ജോൺ, ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ ജേക്കബ് തോമസ്, സോജി P. മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം പാറമ്പുഴ ബത്ലഹേം പള്ളിയുടെ കപ്പേളയിൽ മോഷണം. ഞായറാഴ്ച രാത്രിയാണ് മോഷണം നടന്നതെന്ന് സംശയിക്കുന്നു. ഗാന്ധിനഗർ പോലീസ് മേൽനടപടി സ്വീകരിച്ചു. പേരൂർ റോഡിൽ ഇരുമ്പനത്തുപടിയിലെ കപ്പേളയിലെ നേർച്ചപ്പെട്ടിയാണ് സാമൂഹ്യവിരുദ്ധ സംഘം കുത്തിത്തുറന്ന് മോഷ്ടിച്ചത്. ഞായറാഴ്ച രാത്രിയാണ് മോഷണം നടന്നതെന്ന് സംശയിക്കുന്നു. പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞ ദിവസമായിരുന്നു. പെരുന്നാളിന് ശേഷം പള്ളിയിലെ നേർച്ചപ്പെട്ടി ഇതുവരെ തുറന്നിട്ടില്ല. ഇത് മനസ്സിലാക്കിയ സാമൂഹ്യവിരുദ്ധ സംഘമാണ് ഇത്തരത്തിൽ നേർച്ചപ്പെട്ടി കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. പള്ളി അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരസഭ സംഘടിപ്പിച്ച ഭിന്നശേഷി കലാമേള സുരഭി 2024 വർണ്ണാഭമായി. നഗരസഭ ചെയർപേഴ്സൺ ജോസിൻ ബിനോ ഉദ്ഘാടനം ചെയ്തു. പാലാ നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഭിന്നശേഷി കലാമേള സുരഭി 24 സ്നേഹാരാം സ്പെഷ്യൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭ ചെയർപേഴ്സൺ ജോസിൻ ബിനോ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനു അധ്യക്ഷയായിരുന്നു. മുനിസിപ്പൽ കൌൺസിലേഴ്സ്, കുട്ടികളുടെ മാതാപിതാക്കൾ, അംഗൻവാടി ടീച്ചേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. സിംഗിൾ സോങ്, ഗ്രൂപ്പ് ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, ഡിസ്കോ ഡാൻസ് തുടങ്ങി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. നന്മ റെസിഡൻസ് അസോസിയേഷനും ചോഴിയക്കാട് NSS കരയോഗവും ചേർന്ന് വൈദ്യരത്നം ഔഷധശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനി മാമൻ ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് PK ആനന്ദക്കുട്ടൻ അധ്യക്ഷനായി. വാർഡംഗം ജയൻ കല്ലുങ്കൽ, ഹരികുമാർ KR, രാജേഷ് കുമാർ, സരിത രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പിൽ 150ഓളം ആളുകൾ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് പുതുവത്സരാഘോഷവും നടത്തി. ഈ നന്മ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ രൂപീകരിച്ചത് 2022 ഓഗസ്റ്റ് 31-ാം തീയതി. അപ്പോൾ വളരെ അഭിമാനത്തോടുകൂടി 2ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. 1ാം വർഷം രൂപീകരിച്ചതിന് ശേഷമാണ് ഗാന്ധി ജയന്തി വരുന്നത്. ആ ഗാന്ധി ജയന്തി റോഡെല്ലാം ക്ലീൻ ചെയ്ത് ശുചീകരിച്ച് വഴിയെല്ലാം വൃത്തിയാക്കി നല്ല കൂട്ടായ്മയോടെയാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികം പറഞ്ഞതുപോലെ തന്നെ ക്യാമ്പ് നടത്തി. ഏതാണ്ട് 20 പേർക്കാണ് കാഴ്ച തിരിച്ചു കൊടുക്കാൻ നോക്കുന്നത്. കോട്ടയം പ്രസ് ക്ലബിന്റെ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ചാണ്ടി ഉമ്മൻ MLA വിജയിച്ച ടീമുകൾക്ക് സമ്മാനങ്ങൾ നൽകി. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ, സെക്രട്ടറി റോബിൻ തോമസ്, ജോയിന്റ് സെക്രട്ടറി സുമി സുലൈമാൻ, സ്പോർട്സ് കൺവീനർ ടോമി ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് പുതുപ്പള്ളിയിൽ ഒരു സ്പോർട്സ് സെന്റർ ആക്കി മാറ്റണമെന്ന് വലിയ ആഗ്രഹം. കാരണം എനിക്ക് MLA ആയപ്പോൾ തൊട്ട് ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞിരുന്നില്ല, സ്പോർട്സിന്റെ കേന്ദ്രമാക്കി മാറ്റണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ 60 ലക്ഷം രൂപ 66 ലക്ഷം രൂപ വാകത്താനത്ത് ഒരു കുളത്തിന് അനുവദിച്ച് ഞാൻ ഇന്ന് അക്വാറ്റിക് അസോസിയേഷന്റെ ആൾക്കാരുമായിട്ട് അത് സംസാരിച്ച് അതിനെ മികച്ചൊരു പൂളാക്കി മാറ്റാൻ അവർ എനിക്ക് വാക്ക് തന്നു. അതിന്റെ വീതിയും അതിന്റെ നീളവും ഒക്കെ വെച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ കൊണ്ടുവരാം. അതേസമയം നാഷണൽ ലെവലിലുള്ള മീറ്റ് വരെ ഫസ്റ്റ് മീറ്റ് ഇവിടെ തന്നെ നടത്താമെന്ന് പറഞ്ഞു. അപ്പം ഫണ്ടമെന്റലായി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ പെട്ടെന്ന് തന്നെ 6 മാസം 1 വർഷം കൊണ്ട് തീർക്കാമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മികച്ചൊരു സ്വിമ്മിംഗ് പൂൾ വരും. അറിയിപ്പ്. MG സർവകലാശാലയിലെ സെന്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ഓൺലൈൻ MBA പ്രോഗ്രാമിന് അസിസ്റ്റന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്ത ഒഴിവാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭിക്കും. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 24 മാസത്തിൽ കൂടുതൽ കുടിശ്ശിക വരുത്തി അംഗത്വം നഷ്ടപ്പെട്ടവർക്ക് അംഗത്വം പുനഃസ്ഥാപിക്കാൻ അവസരം. അംശാദായ കുടിശ്ശികയും പിഴയും 31 വരെ നാഗമ്പടത്തെ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കാം. 60 വയസ്സ് കഴിഞ്ഞവർക്ക് കുടിശ്ശിക അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0481
2585604. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ മാത്രമാണ് ഒഴിവ്. അപേക്ഷകൾ ഈ മാസം 12 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് sha.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയത്തെ പുതിയ പാസ്പോർട്ട് ഓഫീസ് 12-ന് പ്രവർത്തനം ആരംഭിക്കും. പുതിയ ഓഫീസ് TB റോഡിൽ ഒലിവ് ബിൽഡിംഗിൽ. മുണ്ടക്കയം കോസടിയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. ഡ്രൈവർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. പാലാ കത്തീഡ്രൽ പള്ളിയിലെ രാക്കുളി തിരുനാളിന് സമാപനം. പ്രസിദ്ധമായ മലയുണ്ട് ഭക്തിസാന്ദ്രം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.